പാഠം 972. ഒരു മധ്യസ്ഥന്റെ കഥ. ഈ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഉത്തവനോട് പോയി കിടക്കാം. ഒരു മണിക്കൂറായി ഞാൻ ഉത്തവന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. പരിധിക്ക് പുറത്ത്. ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയില്ല എങ്ങനെയാ? എന്താണ് ഇപ്പത്തെ പ്രശ്നം? താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ വീട്ടിൽ പോയി ഒരു ഫയൽ വാങ്ങണം. രാവിലെ സഹദേവനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉത്തമനെ പറഞ്ഞു വിടാം. അപ്പോ മുതൽ ഞാൻ ഉത്തമൻ വിളിച്ചോണ്ടിരിക്കുക. ഇതാണ് ഉത്തമന് ഉത്തരവാദിത്വം ഇല്ലാന്ന് മോനോട്ടം പറഞ്ഞത്. പിന്നല്ലാതെ സഹദേവൻ സാറിന്റെ വീട്ടിൽ പോയി ഫയൽ വാങ്ങാൻ പറഞ്ഞിട്ട് ഉത്തമ സമയത്ത് ചെന്നില്ലെങ്കിൽ അത് ഉത്തരവാദിത്വ കുറവാണ്. പക്ഷെ മോഹനോട്ട് ഉത്തമന്റെ അടുത്ത് കാര്യം പറഞ്ഞോ? എങ്ങനെ പറയും? ഫോൺ ഓഫ് അല്ലേ? ഉത്തമൻ കാശ് കൊടുത്ത് വാങ്ങി ഉത്തമൻ ബില്ലടയ്ക്കുന്ന ഉത്തമന്റെ ഫോൺ ഓഫ് ചെയ്ത് വെക്കണോ ഓൺ ചെയ്ത് വെക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഉത്തമനാണ്. ഒരാവശ്യത്തിന് വിളിക്കുമ്പോ കിട്ടണം. മോഹനേട്ടനെ വിളിച്ച കിട്ടൂ? മോഹനേട്ടൻ ഇവിടുന്ന് ഇറങ്ങി ആഫീസിൽ ചെല്ലുന്നതിനിടയ്ക്ക് ഒരാൾക്ക് ഒരു അത്യാവശ്യത്തിന് വിളിക്കണമെന്ന് തോന്നി എന്ത് ചെയ്യും? മൊബൈൽ ഉപയോഗിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം മോഹനേട്ടനുണ്ടെങ്കിൽ സ്വന്തം മൊബൈൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള സ്വാതന്ത്ര്യം ഉത്തമനുണ്ട്. ഇത് കോടതിയല്ല, വീടാണ്. അതുകൊണ്ട് ഇവിടെ നിയമവും അവകാശമൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ എന്നല്ല എവിടെയും പറയാം. ഒരു പൗരന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ മഹാരാജ്യത്ത് എല്ലായിടത്തും ഇന്ത്യൻ ഭരണഘടന സാധുവാണ്. നീ എന്തിനാ ഒരാവശ്യമില്ലാതെ ഭരണഘടന എടുത്തുവിടുന്നത്? ഉത്തമനെ വിളിക്കേണ്ട ഒരു അത്യാവശ്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ ഉത്തമനെ കിട്ടിയില്ല. അതാണല്ലോ പ്രശ്നം. അത് മോഹനേട്ടന്റെ മാത്രം പ്രശ്നമാണ് മോഹനേട്ടാ. ഉത്തമ സ്ഥിരമായിട്ട് ഇവിടെ വരുന്നതും ഈ വീട്ടിലേക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നതും എല്ലാം എന്നെ ഓർത്തിട്ട് മാത്രമാണ്. മോഹനയുടെ സ്ഥിരമായിട്ട് ഉത്തമന്റെ നേരെ മെക്കിട്ട് കയറി എന്നാലേ ഒടുവിൽ ആ സഹായം എനിക്കില്ലാതാവും. എന്താ നിന്റെ മാത്രം തോന്നില്ല. പിന്നെ ഉത്തമന് എന്നോടുള്ള ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്നത്. അയ്യോ, എനിക്കെന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുന്നതിന്റെ പേരിൽ ഉത്തമൻ ഇന്നതുവരെ 1 രൂപ പോലും പ്രതിഫലം ചോദിച്ചിട്ടില്ല. ഇനി ഞാനെങ്ങനെ കൊടുത്തു നോക്കണം? വാങ്ങില്ല ഉത്തമൻ. മോഹനേട്ടാ, എനിക്ക് ഉത്തമൻ എത്രയോ കേസുകൾ പിടിച്ചു തന്നിരിക്കുന്നു. കേസ് പിടിച്ചു തരുമ്പോഴെല്ലാം ഞാൻ ഉത്തമനോട് ചോദിക്കും, കമ്മീഷൻ വേണോ ഉത്തമ എന്ന്. ഇന്നേ വരെ ഉത്തമൻ എന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചിട്ടില്ല. എന്തുകൊണ്ടാ? എന്നോടുള്ള ബഹുമാനം കൊണ്ട്. നിന്നോട് ബഹുമാനം. എന്തിന്? ഈ രാജ്യത്തെ 900 വക്കീലന്മാരിൽ ഒരാൾ മാത്രമാണ് നീ. അല്ലാതെ എന്ത് പ്രത്യേകത നിനക്കുള്ളത്? മോഹനേട്ടന്റെ പ്രത്യേകത എന്താണാവോ? ഞാൻ ഈ നാട്ടിലെ ഒരേ ഒരു വില്ലേജ് ഓഫീസർ. അതൊരു സംഭവമാണല്ലോ. പിന്നെ ഒരു വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരാനയല്ലേ? ഇങ്ങനെ സ്വയം പുകഴ്ത്തി ഒരു ദിവസം മോനുണ്ട് പ്രാന്തായി പോ. നോക്കോ നോക്കി. ആമേ, ഞാനാ ഇപ്പൊ എന്റെ പുറകെ വരും. വരണുണ്ടല്ലോ. എനിക്ക് സ്വയം പുകഴ്ത്തേണ്ട ഒരു കാര്യവുമില്ല. കാരണം മറ്റുള്ളവർ എന്നെ ആവും പോലെ പുകഴ്ത്തുന്നുണ്ട്. ആരാ മോനോട്ടാ? ആരാ അല്ലാത്തത്? ഇപ്പോ നീ ഉത്തമനെ പറ്റി പറഞ്ഞല്ലോ. ഉത്തമന് ഞാൻ ദൈവത്തെ പോലെയാണ്.
എന്താ നോക്കുന്നത്? അല്ല, ദൈവം എന്നൊക്കെ പറയണത് ഇങ്ങനെയാണോ? അയ്യോ, ദൈവം എന്നല്ല പറഞ്ഞ, ദൈവത്തെ പോലെ. അത് കുഴപ്പമില്ല. നിനക്കൊരു കാര്യം അറിയാം ഭാമേ, ഈ നാട്ടിലുള്ള ആളുകളുടെ ആവശ്യങ്ങളൊക്കെ അന്വേഷിച്ച് സാധിച്ചു കൊടുക്കുന്നത് ഉത്തമനാണ്. വില്ലേജ് ഓഫീസിൽ ഒരാവശ്യം വന്നാൽ ആളുകൾ അപ്പോ ഉത്തമന് വിളിക്കും. എന്തുകൊണ്ടാ? ഉത്തമന് മോഹനേഷ സാറുമായിട്ടുള്ള അടുപ്പം അറിയാവുന്നത് കൊണ്ട്. ഞാനല്ല വില്ലേജ് ഓഫീസറെങ്കിൽ ഉത്തമന്റെ എന്തെങ്കിലും കാര്യം നടക്കുവോ? അതുപോലെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു സംശയം വന്നാൽ ഉത്തമനെ പോലുള്ളവർക്ക് ചോദിക്കാൻ ഞാനല്ലേ ഉള്ളൂ. എനിക്കാണെങ്കിൽ ഒരുവിധം എല്ലാ കാര്യത്തിലും നല്ല അറിവുള്ളത് കൊണ്ട് ഉത്തമന് എന്നോട് ആരാധനയാണ്. പിന്നെ പൈസക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉത്തമൻ ആരോട് ചോദിക്കും? എന്നോട്. എന്നിട്ട് മോഹനേട്ടൻ ഇതുവരെ ഉത്തമൻ എത്ര രൂപ കടം കൊടുത്തിട്ടുണ്ട് മോഹനേട്ടാ? അയ്യടാ, കടം കൊടുക്കണ ഒരാള് മോഹനേട്ടൻ ആർത്ത് കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ് നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യം. നമ്മൾ പറയുന്നത് ഉത്തമന്റെ കാര്യ, അത് മാത്രം പറഞ്ഞാൽ മതി. കഴിഞ്ഞ ആഴ്ച ഉത്തമൻ എന്നോട് കുറച്ച് പൈസ കടം ചോദിച്ചു. ഞാനത് കൊടുത്തപ്പോ ഉത്തമൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? മോഹനേഷ് സാറ് സഹായിച്ചാലേ നടക്കൂ. പൈസക്ക് ഇത്തിരി അത്യാവശ്യമായതുകൊണ്ടാണ്. ഉത്തമ, ഓ, ഞാൻ ഒരാൾക്കും പൈസ കടം കൊടുക്കാറില്ല എന്ന കാര്യം ഉത്തമൻ അറിയാമല്ലോ. പരിചയക്കാർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് ഒടുവിൽ വഴക്കിൽ ചെന്നെത്തും എന്നുള്ളതാണ് എന്റെ അനുഭവം. അയ്യോ, സാർ അങ്ങനെ പറയരുത്. അതെന്താ? ഞാനും സാറ് തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടിൽ എങ്ങനെയാണ് വഴക്കുണ്ടാവുന്നത്? പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ പൈസ തിരിച്ചു തരുമല്ലോ. തന്നില്ലെങ്കിൽ സാർ എന്നെ ഇങ്ങനെ സംശയിക്കും. അതെന്താ? ശരിക്കും പറഞ്ഞ കെ മോഹനേഷ് സാർ എനിക്ക് ദൈവത്തിനെ പോലെയാണ്. സാറെ, ദൈവത്തിനോട് ആരെങ്കിലും നുണ പറയുമോ? ഇന്നലെ രാവിലെയും കൂടി അമ്മ എന്റെ അടുത്ത് ചോദിച്ചു, എന്തടാ ഉത്തമ, ഈ ഇടയ്ക്ക് നീ അമ്പലത്തിലൊന്നും പോകുന്നില്ലല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്താണ് പറഞ്ഞെന്നറിയാമോ? എന്താ പറഞ്ഞ? അമ്മേ, ഞാൻ എല്ലാ ദിവസവും കെ മോഹനേഷ് സാറിനെ കാണുന്നുണ്ടല്ലോ, അതിലും വലിയ പുണ്യം ഏത് അമ്പലത്തിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് എന്ന്. സാർ ഈ നാട്ടിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു അന്തസ്സ് തന്നെ ഉണ്ടാവുന്നത്. കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലും മാധവൻകുട്ടിയുടെ പലചരക്ക് കടയിലും നാരായണൻകുട്ടിയുടെ സ്റ്റേഷനറി കടയിലും ഒക്കെ ഞാൻ ചെല്ലുമ്പോ ആളുകളൊക്കെ എന്നോട് എന്ത് ബഹുമാനത്തോടു കൂടിയെന്നറിയാം പെരുമാറുന്നത്. എന്താ കാര്യം? എന്താ? ഞാൻ കെ മോഹനേഷ് സാറിന്റെ അടുപ്പക്കാരനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവം കെ മോഹനേഷ് സാറാണ്. അതുകൊണ്ടാണല്ലോ സാറെന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ആ നിമിഷം എല്ലാ അത്യാവശ്യങ്ങളും മാറ്റി വെച്ചിട്ട് ഞാൻ ഓടി വരുന്നത്. കെ മോഹനേഷ് സാറാണ് എന്റെ കൺകണ്ട ദൈവം. മനസ്സിലായോ ഉത്തമന് എന്നെ പറ്റിയുള്ള ധാരണ എന്താണെന്ന്? ഇതൊക്കെ മോഹനേട്ടൻ പറയണതല്ലേ, ഞാൻ വിശ്വസിക്കൂല. ഉത്തമൻ നേരിട്ട് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. അത് വല്ലതും കേട്ടാ മോഹനേട്ടൻ ഞെട്ടും. ഓ, ഞാനെന്തിനാ? ഞാൻ ഞെട്ടണമെങ്കിൽ നീ കുറച്ച് പാടുപെടും. മോഹനേഷ് സാറിന് നിനക്ക് ശരിക്കും അറിയില്ല. എനിക്കറിയാവുന്ന പോലെ കെ മോഹനേഷ് സാറിന് ആർക്കറിയാം മോഹനേട്ട? ഉത്തമൻ എന്നോട് പറഞ്ഞത് കേട്ട മോഹനേട്ടൻ ഞെട്ടി വിറയ്ക്കും. എന്താന്ന് പറയ? വേണ്ട, അത് കേൾക്കാനുള്ള ധൈര്യം എന്റെ മോഹനേട്ടൻ ഉണ്ടാവില്ല. തീയിൽ കുരുത്തവനാണ് കെ മോഹനേഷ് സാർ. അങ്ങനെയുള്ള ഞാൻ വെയിലത്ത് വാടിപ്പോകുമെന്നാണോ നീ കരുതുന്നത്? മോഹനേട്ട ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ കാര്യത്തോടെക്കുമ്പോ കഥ മാറും. ഉത്തമൻ പറഞ്ഞത് എന്താണെന്ന് പറയൂ. ഉത്തരവില്ല. അതിനർത്ഥം ഉത്തമൻ നിന്നോട് ഒരു ചുക്ക് പറഞ്ഞിട്ടില്ല. ശരി, എങ്കിൽ പിന്നെ ഞാൻ പറയാം. മോഹനേട്ടൻ നിർബന്ധിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. വക്കീലെടുത്ത് ആയതുകൊണ്ട് ഞാൻ തുറന്ന് പറയുകയാണ്. ഈ മോഹനേഷ് സാറിനെ കൊണ്ട് ഞാൻ ശരിക്കും മടുത്ത് വക്കീലേ. സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ നടക്കണം.
പക്ഷേ നമ്മളൊരു കാര്യം പറഞ്ഞാൽ പുല്ല് വിലയാണ്. മോഹൻ സാറിന്റെ കൂട്ട് താമസിക്കുന്ന വക്കീലിനെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടണം. മോഹനേട്ടന്റെ രീതി ഉത്തമൻ അറിഞ്ഞൂടെ? എന്തായാലും വക്കീല് സാറിന്റെ പക്ഷമല്ലേ പറയൂ. പക്ഷെ സത്യം പറയാലോ, വക്കീലിനെ ഓർത്താണ് ഞാൻ ഈ വീട്ടിൽ വന്ന് സഹായങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കൊരു പ്രശ്നം വന്നപ്പോഴൊക്കെ വക്കീൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല, സത്യമാവ വക്കീലിനെ പരിചയമുണ്ടെന്ന് പറയുന്നത് തന്നെ ഒരു അന്തസ്സല്ലേ. വക്കീലിനെ പോലെ അറിവും വിവരവും നല്ല മനസ്സുമുള്ള വേറെ ആരാണ് വക്കീലെ ഈ നാട്ടിലുള്ളത്? എന്തൊക്കെ പറഞ്ഞാലും വക്കീല് ഒരു സംഭവം തന്നെയാണ്. വില്ലേജ് ഓഫീസറെ പറ്റിയും എന്നെ പറ്റിയുമുള്ള ഉത്തമന്റെ അഭിപ്രായം എന്താന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു മോനട്ടൻ? ഹലോ, അതെ. സഹദേവ, ഞാൻ ഉത്തമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ ഓഫ് വെച്ചിരിക്കുക. അതെ. ഒരു കാര്യം ചെയ്യാം. സഹദേവൻ താലൂക്ക് ഓഫീസ് പോകുമ്പോ ആ ഫയൽ കൂടെ എടുത്തോളൂ. ഞാൻ ആരെങ്കിലും പറഞ്ഞയച്ച് ആ ഫയൽ വാങ്ങിപ്പിച്ചോളാം. ശരി. സന്തോഷം. ഞാൻ പറഞ്ഞതിനെ പറ്റി ഒന്നും പറയാതെ ഇങ്ങോട്ട് ഓടിക്കളഞ്ഞല്ലോ. എന്താണ് മറുപടി ഉള്ളത്? നീ പറഞ്ഞത് സത്യമാണെന്ന് ആര് പറഞ്ഞു? ഒരു തർക്കം ഉണ്ടാവുമ്പോ അത് ജയിക്കാൻ വേണ്ടി പച്ച കള്ളം പറയുന്നവരാണ് നിങ്ങൾ വക്കീലന്മാര്. ഒരു കഥ ഉണ്ടാക്കി പറയാൻ നിങ്ങൾക്ക് എത്ര സമയം വേണം? ഹലോ സാറേ, ഞാൻ പറഞ്ഞതേ പച്ച പരമാർത്ഥമാണ്. വേണമെങ്കിൽ മോഹനേട്ടൻ ഉത്തമനോട് തന്നെ ചോദിച്ചു. അങ്ങനെ ചോദിക്കണോണ്ട് എന്താ കാര്യം? എന്താണ്? നിന്നെ പിടക്കാതിരിക്കാനായി ഉത്തമൻ ചിലപ്പോ കള്ളം പറഞ്ഞെന്നൊക്കെ ഇരിക്കും. കൊള്ളാം. ഞാൻ പറഞ്ഞത് സത്യമാണെന്നുള്ള കാര്യം മോഹനേട്ടൻ തന്നെ അറിയാം. ഉത്തമന് എന്നോടുള്ള സ്നേഹത്തിന്റെയോ ബഹുമാനത്തിന്റെയോ 10-1 പോലും മോഹനേട്ടനോട്. നീയാണോ തീരുമാനിക്കുന്നത്? എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു. എന്നാ എനിക്കറിയാവുന്ന നേരെ തിരിച്ചാ. ഉത്തമന് എന്നോടാണ് ബഹുമാനം. ആ ബഹുമാനം ഉള്ളത് കൊണ്ടാണ് ഉത്തമന് എന്നും ഇവിടെ വരുന്നത്. വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല മോനേട്ടാ, തെളിവ് വേണം. തെളിവ് ഞാൻ തരാം. തിരിച്ച് ഉത്തമന് നിന്നോട് ബഹുമാനം ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് നീയും കൊണ്ടുവരണം. ഞാൻ ഏറ്റു. എന്നാ പിന്നെ അറിഞ്ഞിട്ടില്ല വായി കാര്യം. ഉത്തമന് കൂടുതൽ ബഹുമാനം എന്നോടാണ് എന്ന് ഞാൻ തെളിയിച്ചാൽ നീ എന്ത് ചെയ്യും? മോഹനേട്ടൻ പറയുന്നത് എന്തു? ഉത്തമന് എന്നോടാണ് കൂടുതൽ ബഹുമാനം എന്ന് തെളിഞ്ഞാൽ എനിക്കെന്ത് വാങ്ങിച്ചു തരും? എന്തും വാക്കാണല്ലോ. മോഹൻ സാർ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ്. നമസ്കാരം രാമൻകുട്ടി ചേട്ടാ. നമസ്കാരം. ഞാനേ ഒന്ന് കാണാതിരിക്കുകയായിരുന്നു. എന്താ ഉത്തമ? പിന്നെ ആ 18 സെന്റ് സ്ഥലത്തിന് ആള് വന്നില്ലേ? ഇല്ല. ആ ഉത്തമനല്ലേ പറഞ്ഞത് പറ്റിയ കക്ഷി കൊണ്ടുവരാന്ന്? ഒരാഴ്ചയായി ഞാൻ ഉത്തമനെ പ്രതീക്ഷിച്ചിരിക്കുക. പറ്റിയ ആളൊക്കെ ഉണ്ട് ചേട്ടാ. 1-2 ദിവസം കൂടി ക്ഷമിച്ചോ, സംഗതി ഞാൻ ഏറ്റ് പോരെ. ഞാൻ കുറച്ചു മുമ്പ് ഉത്തമന്റെ ഫോണിൽ വിളിച്ചായിരുന്നു, കിട്ടിയില്ല. ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ലേ? അതെറ്റി? അയ്യോ, ഓഫായി പോയേട്ടാ. ഇതെങ്ങനെ പറ്റിയത്? ബാഗിൽ കിടന്നപ്പോ പ്രസ്സായി ഓഫായതായിരിക്കും കേട്ടാ. അപ്പൊ ഞാൻ വരട്ടെ. പറ്റുന്നിടത്തോളം നേരത്തെ ആളിനെ ശരിയാക്കണം. ആ സ്ഥലം വിട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമോ. അതൊക്കെ ഞാൻ ഏറ്റെന്നേ. രാമൻകുട്ടി ചേട്ടാ ധൈര്യമായിട്ട് വിട്ടോ. ഞാൻ വിളിക്കാമേ. ശരിയായി. ഓക്കെ, ശരിയാവാൻ വേണ്ടിയിരുന്ന അതിനിടയ്ക്ക് കോള്. ഹലോ, എത്ര നേരമായി ഉത്തമനെ വിളിക്കുന്നു? ആ ഫോൺ എന്താ പറ്റിയത്? ഉത്തമൻ എവിടെയാ? സാറേ, ഫോണ് ഈ ബാഗിൽ കിടന്ന് ഓഫായി പോയി. ഞാൻ ഇപ്പോഴാണ് കണ്ടത്. പെട്ടെന്ന് ഇവിടെ വരെ തരണം. എന്ത് സാറേ പ്രശ്നം? കാര്യമുണ്ട്. ഭാമ എന്നോട് പറയുക ഉത്തമന് എന്നെ ഒരു ബഹുമാനവും ഇല്ല എന്ന്. അല്ല സാറേ, പച്ചക്കളാണ്. എനിക്കറിയാം. പക്ഷേ അവൾ പറയുന്നത് നുണയാണ് എന്ന് തെളിയിക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. തെളിവ് എന്തിനാണ് സാറേ? സാറിന് എന്നെ അറിയാലോ. അയ്യയ്യേ, അതുകൊണ്ടായില്ലല്ലോ. ഉത്തമൻ ഇവിടെ വന്ന് അവളുടെ മുഖത്തൊരു കാര്യം പറയണം. പിന്നെ അവൾ മിണ്ടരുത്. എന്താണ് ഞാൻ പറയേണ്ടത് സാറേ? കഴിഞ്ഞ ദിവസം ഉത്തമൻ പറഞ്ഞില്ലേ ഞാൻ ഉത്തമനെ ദൈവത്തെ പോലെയാണെന്നൊക്കെ? അതങ്ങ് പറഞ്ഞാൽ മതി. അവന് ഭാമയോട് ഉത്തമന് വലിയ ബഹുമാനമൊന്നും ഇല്ലായിരുന്നു. കെ മോഹൻ സാറിന്റെ ഭാര്യയായിട്ടുള്ള ബഹുമാനം മാത്രമേ ഉള്ളൂ എന്നും ഒന്ന് പറഞ്ഞേക്കണം.
ഞാൻ പറഞ്ഞത് ഉത്തമന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി ഒന്ന് ചോദിച്ചാ മനസ്സിലായി. ആ പക്ഷെ സാറേ ഞാൻ അങ്ങോട്ട് ഇനി ഒന്നും പറയണ്ട. 10 മിനിറ്റിൽ ഇവിടെ എത്തണം. ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ, അതെല്ലാം നമ്മൾ പറഞ്ഞ പോലെ തന്നെ. ആ സഹദേവനായിരുന്നു. ഫയൽ ആരുടെയെങ്കിലും കൊടുത്തിടാന്ന് പറഞ്ഞു. കണ്ടോ, ഇത്ര ഉണ്ടായിരുന്നുള്ള കാര്യം. ഇതിനാണ് ആ പാവ ഉത്തമനെ കിടന്ന് പ്രാഗിയത്. ഞാൻ ആരെയും പ്രാഗിട്ടില്ല. അല്ലെങ്കിലും ഉത്തമനെ പ്രാഗേണ്ട കാര്യം എനിക്കില്ലല്ലോ. ഞാനും ഉത്തമനും തമ്മിൽ ഒരു പ്രശ്നവുമില്ലല്ലോ. ഹലോ ഉത്തമ, ഞാനാ. മനസ്സിലായി വക്കീലേ. അതെ, ഉത്തമൻ പെട്ടെന്നൊന്ന് ഇവിടം വരെ വരണം. എന്താണ്? ഞാനും മോഹനേട്ടൻ തമ്മിൽ ഒരു ഭയങ്കര തർക്കം ഇവിടെ ഉണ്ടായി. ഉത്തമന് എന്നോടാണ് കൂടുതൽ ബഹുമാനമെന്ന് ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ സമ്മതിച്ചിരുന്നില്ല. മോഹനേട്ടൻ പറയാ ഉത്തമന് മോഹനേട്ടൻ ദൈവത്തെ പോലെയാണെന്ന്. പക്ഷേ എനിക്കറിയാലോ അങ്ങനെയൊന്നും അല്ലാന്ന്. എപ്പോ കണ്ടാലും വഴക്കുണ്ടാക്കാൻ വരുന്ന മോഹനേട്ടനെ ഉത്തമൻ എങ്ങനെ ബഹുമാനം ഉണ്ടാവാനാണല്ലേ? അതെ 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 അതെ. ഞാൻ പറഞ്ഞു ഉത്തമൻ എന്നോടുള്ള ബഹുമാനം കൊണ്ടാണ് മോഹനേട്ടൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നേന്ന്. അപ്പൊ മോഹനേട്ടൻ പറയാ എന്നാ പിന്നെ ഒന്ന് തെളിയിച്ചു കാണിക്കാൻ. ഞാൻ പറഞ്ഞു തെളിയിക്കാന്ന്. അതെ, ഉത്തമൻ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതല്ല മോഹനേട്ടൻ മുന്നിൽ വെച്ച് ഒന്നും കൂടെ പറയണം. എന്തൊക്കെയാണ്? ഉത്തമൻ എന്നോട് പറഞ്ഞില്ലേ മോഹനേട്ടന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച് എനിക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കിട്ടണമെന്ന്? അത് മാത്രം പറഞ്ഞാൽ മതി. അല്ല വക്കീലേ, പ്രശ്നം എന്താണെന്ന് വെച്ചാലേ. എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. ഉത്തമൻ ഒന്ന് പെട്ടെന്ന് വരുന്നുണ്ടോ? വക്കീലെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അയ്യോ, മോഹനേട്ടൻ വിളിക്കുന്നുണ്ട്. ഉത്തമൻ കൊണ്ട് പെട്ടെന്ന് വാ. ഹലോ 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 ഹലോ. ഈശ്വര, ചെകുത്താനും കടലിനും നടുവിൽ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ മോനേട്ടാ? ഏതെവിടെയായിരുന്നു? ഞാൻ അപ്പുറത്ത് വിദ്യാലക്ഷ്മി ഫോൺ വിളിച്ചു. വീടിനകത്ത് എന്താണെന്നറിയില്ല, റേഞ്ച് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങിയെന്ന് സംസാരിക്കായിരുന്നേ. എന്റെ ഷർട്ട് മുടി തേച്ചോ? പിന്നെ എപ്പോഴേ? എങ്ങനെ പോയി കഴിക്കാടുക്ക്? കഴിക്കാൻ സമയമായില്ലല്ലോ. ഏതായാലും ഉത്തമൻ വരട്ടെ. ഉത്തമനോ? നിന്നോടാരാ പറഞ്ഞ? അല്ല, ആരും പറഞ്ഞില്ല. പക്ഷെ ഉത്തമൻ വരുമല്ലോ. എല്ലാ ദിവസവും രാവിലെ ഉത്തമൻ വരുന്നല്ലേ. അപ്പൊ പിന്നെ ഇന്നൊരു ദിവസമായിട്ട് വരാതിരിക്കോ? ഉത്തമൻ വരാതിരിക്കാനായി നീ പ്രാർത്ഥിക്കൂ. ഉത്തമൻ വന്നാൽ അതോടെ നിന്റെ അഹങ്കാരം തീർന്നു പോവും. പിന്നെ ഞാൻ നിന്നോട് എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കിപ്പോ പറയാൻ പറ്റില്ല. മോഹനായിട്ട് നീ എന്ത് പറയാനാണ്? പറയാൻ പോണത് മുഴുവൻ ഞാനാണല്ലോ. ഞാൻ എന്തു പറഞ്ഞാലും അത് വാങ്ങിച്ചു തരാമെന്ന് മോഹനേട്ടനോട് പറഞ്ഞിട്ടുമുണ്ട്. എന്തൊക്കെയാ വാങ്ങേണ്ടതെന്ന് പെട്ടെന്ന് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഇന്നു മുതൽ ഞാൻ പറയുന്നത് എന്തും നീ അനുസരിക്കും എന്നാണല്ലോ നിന്റെ വാക്ക്. മൂക്കോണ്ടേ ഇഷ്ട എന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ നിനക്ക് വരയ്ക്കാൻ പറ്റുമോ? പുതിയൊരു സ്കൂട്ടർ വാങ്ങണം എത്രയോ നാളുകളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. മോഹനേട്ടൻ അപ്പൊ ഒന്നും അത് സമ്മതിച്ചില്ല. ഇപ്പൊ ഇനി ആ പ്രശ്നമില്ലല്ലോ. ഏത് സ്കൂട്ടറാ വാങ്ങേണ്ടത്? വിദ്യയോട് ചോദിച്ചു നോക്കാം. അതാരും ഈ നേരത്ത് ഉത്തമനായിരിക്കൂ? ഉത്തമനെ വിളിക്കാറല്ലേ ഉള്ളു. അപ്പൊ ഇതാരാ? നോക്ക്. അല്ല, ഇതാരെ? ഉത്തമനാ? ഇരിക്കുത്തമ്മ, കുടിക്കാൻ എന്താ വേണ്ടത്? ചായയോ കാപ്പിയോ? ഒളിമ്പല്ലടിച്ചത് മോഹനേട്ടൻ അറിയാതിരിക്കാനാണല്ലേ? നന്നായി. ഒരു മിനിറ്റ്. മോഹനേട്ടാ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മള് ഫോണിൽ സംസാരിച്ച കാര്യം മോഹനേട്ടൻ അറിയരുത്. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ഓക്കെ? മോഹനേട്ടാ, ഉത്തമ വന്നിരിക്കുന്നു. ഉത്തമ, വെറുതെ ഇരിക്കുമ്പോ ഭാഗ്യം വരുന്നു എന്ന് പറഞ്ഞ ഇതിനെയാണ്. ഇന്ന് ഞാനൊരു കലക്കലക്കും. നോക്കൂ, സത്യം പറഞ്ഞ ഉത്തമ വഴിയാണ് ഭാഗ്യം വരിക എന്ന് ഞാൻ കരുതിയതേയില്ല. എന്റെ ഭാഗം ഉത്തമനൊരു ചെലവുണ്ട്. നോക്കൂ.
ആ ഉത്തമാ, ഞാൻ രാവിലെ പോലെ ഉത്തമൻ വിളിക്കായിരുന്നു. ഉത്തമൻ ഫോൺ ഓഫ് വെച്ചിരിക്കായിരുന്നല്ലേ? താലൂക്ക് ഓഫീസിലെ സഹദേവന്റെ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനായിരുന്നു ഉത്തമനെ വിളിച്ചത്. പക്ഷെ ഉത്തമനെ കിട്ടിയില്ലായിരുന്നു. അറിയില്ല, കുഴപ്പമില്ല. എന്താ ഉത്തമാനി ഒന്നും മിണ്ടാത്തത്? അല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? എന്താ എന്താ നീ പറ്റിയത്? മനസ്സിലായില്ല. ഉത്തമ എന്താ? എനിക്ക് തൊണ്ടയിൽ നീരാണ്, സംസാരിക്കാൻ പറ്റില്ല. തൊണ്ട നീരാ. ഇന്നലെ മുതലോ? എന്നിട്ട് നീർന്ന് വിളി കാണാനില്ല. ഉത്തമ ചുമ്മാ അടവറക്കല്ലേ. ഉത്തമൻ ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാലോ. ഉത്തമ മതി. ഉത്തമന തൊണ്ടയിൽ ഒരു കുഴപ്പമില്ലെന്ന് എനിക്കറിയാം. ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു. കുറച്ചു മുമ്പ് ഫോണിൽ സംസാരിക്കുമ്പോ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ആ അതെ, ഞാൻ വിളിച്ചപ്പോൾ ഉത്തമൻ നല്ല മണി പോലെ സംസാരിച്ചതല്ലേ. 10 മിനിറ്റ് പോലും ആയില്ല, അതിടയ്ക്ക് തൊണ്ടയ്ക്കകത്ത് നീര് വന്നു. നീ എന്തിനാ ഉത്തമനെ വിളിച്ചത്? ഞാൻ മോനോട്ട് എന്തിനാ വിളിച്ചത്? ഞാൻ വിളിച്ചില്ല. അയ്യടാ, വിളിച്ചത് ഇപ്പൊ പറഞ്ഞല്ലോ. ഇന്നലെ വിളിച്ച ആരെയാ പറഞ്ഞ? ആടവിടക്കല്ലേ മോഹനട്ടാ, ഒരു പന്തയം വെച്ചിട്ട് ഞാൻ അറിയാതെ ഉത്തമനെ ഫോൺ ചെയ്തല്ലേ. ഇത് എവിടുത്തെ മര്യാദയാ പറ? അപ്പൊ വിളിച്ചത് വിദ്യാലക്ഷ്മി ആണെന്നും പറഞ്ഞ് നീ ഫോണിൽ റേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് ഉത്തമൻ വിളിക്കാനായിരുന്നല്ലേ? ഈ മര്യാദ നീ എവിടെ വിളിച്ചതാ? മോഹനട്ടല്ലേ ആദ്യം വിളിച്ചത്, അപ്പൊ അത് മര്യാദ കടല്ലേ? നീ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വരണ്ട. നീ കാണിച്ചത് ഭയങ്കര കളത്തരം. അങ്ങനെ നീ ഒരു വയ്ക്കലല്ലേ? അങ്ങനെ കാണിക്കൂ. ഓ, എന്ന് വെച്ചാ മോഹനട്ട ഭയങ്കര മാന്യനായിരിക്കും. എന്നെ കൊണ്ടത് പറയിക്കാൻ നിൽക്കില്ല മോഹനട്ടാ. എന്താ എല്ലാം പോയി സാറേ. നിങ്ങളൊക്കെ വലിയ പഠിപ്പും വിവരമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങൾ ഉപദേശിക്കുന്നത് ശരിയല്ല. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ നിങ്ങളെ ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ? ഇനിയിപ്പൊ ഞാൻ എത്ര വിചാരിച്ചാലും ഇത്രയ്ക്ക് അങ്ങോട്ട് ബഹുമാനിക്കാൻ പറ്റൂല. ഞാൻ പോണ്. മോനട്ടാ, ഉത്തമൻ നമ്മളെ കളിയാക്കിട്ടല്ലേ പോയത്? എനിക്ക് മനസ്സിലായി. ഇനി എന്തെങ്കിലും കാര്യമായിട്ട് എന്നെ കാണാൻ വരുമല്ലോ, അപ്പ ശരിയായി കൊടുക്കാം. എന്റെ അടുത്ത് വരുമല്ലോ. ഒന്ന് ഞാൻ ഉത്തമന് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ തമ്മിൽ പലതും പറയും. അതിന് ഉത്തമൻ എന്താ? പിന്നെ അല്ലാതെ സാറേ, ഇതിന്റെ ക്ലൈമാക്സ് ഇങ്ങനെ വരുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ഇങ്ങനെ കാണിച്ചതാ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തർക്കങ്ങളിൽ പുറത്തുനിന്നൊരാൾ ഇടപെടുന്നത് സാധാരണയാണ്. പക്ഷേ മോഹനകൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള തർക്കത്തിൽ ഇടപെട്ടാൽ തന്റെ തടി കേടാവുമെന്ന് നന്നായിട്ട് അറിയാവുന്ന ഉത്തമൻ ജീവനും കൊണ്ടോടിയതിൽ അത്ഭുതമില്ല. ഇത്തരം തരികിടകൾ ഇനിയും ആവർത്തിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.